എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 50 ശ്ലോകം 15, 16, 17, 18, 19, 20 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ ദരാസന്ധൻ 23 അക്ഷൗഹിണി സൈന്യങ്ങളോടുകൂടി യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ ശ്രീ ഭഗവാൻ ബലരാമേട്ടനോട് പറയണു, അദ്ദേഹത്തിന്റെ ആ സൈന്യങ്ങളെ എങ്ങനെയൊക്കെ നേരിടണം എന്നുള്ളത് ഏട്ടനോടുകൂടി ആലോചിച്ച് ചെയ്യണം. ഭഗവാനദാസ് പാഞ്ചജന്യം മുഴക്കണു. അത് കേട്ട് ജരാസന്ധന്റെ സൈന്യങ്ങൾ എല്ലാവരും ഞെട്ടി വിറയ്ക്കണു. അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 15, 16. ത്രയോവിംശത്യനേകാഖ്യം ഭൂമേർഭാരമപാകുരു ഏവം സമ്മന്ത്ര്യദാശാർഹൗ ദംശിതൗ രഥിനൗ പുരാൽ നിർജഗ്മതു സ്വായുധാഢ്യൗ ബലേനാൽപീയസാവൃതൗ ശംഖം ദധ്മൗ വിനിർഗത്യ ഹരി ദാരുകസാരഥി. ഇപ്പോ 23 അക്ഷൗഹിണിപ്പട ജരാസന്ധൻ ശേഖരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ബലരാമേട്ടനോട് പറയാണ് ഭഗവാൻ, ഇത്രയും ഭൂമിഭാരം ഇപ്പൊ വർദ്ധിച്ചിരിക്കുക അല്ലെ ഈ അധർമ്മികളായിട്ടുള്ള രാജാക്കന്മാരുടെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ ഭൂമിയുടെ ഭാരത്തെ അങ്ങ് നശിപ്പിക്കണം, ഇവരെല്ലാം ഹനിച്ചിട്ട് എന്ന് ഇങ്ങനെ ബലരാമസ്വാമിയോട് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണനും ബലരാമനും കൂടി യുദ്ധത്തിന് അങ്ങോട്ട് ഒരുങ്ങി. കവചങ്ങളൊക്കെ ധരിച്ച് അവരുടെ ദിവ്യായുധങ്ങളൊക്കെ എടുത്ത് സൈന്യത്തെ കൊണ്ടുപോയുള്ളൂ ഭഗവാൻ. അങ്ങനെ തേര് കയറിയിരുന്ന് രാജധാനിയിൽ നിന്ന് പുറത്തേക്ക് തേരങ്ങോട്ട് തെളിച്ചു. വെളിയിലെത്തിയ ഉടനെ ഭഗവാൻ എന്തു ചെയ്തു? ഭഗവാന്റെ ആ പാഞ്ചജന്യം എന്നു പേരായ ആ ശംഖം അങ്ങോട്ട് മുഴക്കി. ആ നാദം കൊണ്ട് തന്നെ ശത്രുക്കളുടെ ദുരഹങ്കാരത്തെ നശിപ്പിക്കുന്നത്. അതിന്റെ നാദം കേട്ടാൽ മതി, ശത്രുക്കളുടെ ദുരഹങ്കാരമൊക്കെ നശിക്കും. അതുകൊണ്ടാണ് ഭഗവാന് ഹരി എന്ന പേര്. പാഞ്ചജന്യത്തിന്റെ ആ ധ്വനി കൊണ്ട് തന്നെ ശത്രുക്കളുടെ ദുരഹങ്കാരത്തെ നശിപ്പിക്കുന്നവനാകൊണ്ടാണ് ഭഗവാന് ഹരി എന്ന പേര് അനർത്ഥമായിട്ട് വന്നിരിക്കുന്നു. ഹരി എന്ന് പറഞ്ഞാൽ സിംഹം. സിംഹം അലറിയ മൃഗങ്ങള് ഓടിപ്പോവില്ലേ, അതുപോലെ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ സിംഹത്തിന്റെ അലർച്ചകൾ കേട്ടാൽ എല്ലാവരും ഒന്ന് ഞെട്ടിവിറയ്ക്കും. അതുപോലെ പാഞ്ചജന്യധ്വനി ശ്രവണം കൊണ്ട് ശത്രുക്കൾ പേടിച്ചോടും എന്നാണ് എന്റെ സൂചന. തതോ ഭൂൽപരസൈന്യാനാം ഹൃദി വിത്രാസവേപധു താവാഹമാഗതോ വീക്ഷ്യ ഹേ കൃഷ്ണ പുരുഷാധമ നത്വയാ യോദ്ധുമിച്ഛാമി ബാലേനൈകേന ലജ്ജയാ ഗുപ്തേന ഹി ത്വയാ മന്ദ നയോത്സേയാഹി ബന്ധുഹൻ. ഭഗവാന്റെ ആ പാഞ്ചജന്യധ്വനി അങ്ങോട്ട് കേട്ട മാത്രയില് ശത്രു സൈന്യങ്ങളുടെ ആ ഹൃദയത്തിൽ ഇങ്ങനെ ഭയം അങ്ങോട്ട് വർദ്ധിച്ചു, വിറച്ചു തുടങ്ങിയെന്നാ പറയണ എല്ലാവരും പേടിച്ചിട്ട്. ജരാസന്ധന് കൃഷ്ണനെ അങ്ങോട്ട് കണ്ട മാത്രയില് സാക്ഷാ യമൻ തന്നെയാണോ ഈ കൊല്ലാൻ വരണ മുൻഭാഗത്ത് നിൽക്കണതെന്ന് തോന്നി. അപ്പോ ഉള്ളില് പേടിച്ചു, ഈശ്വര ഭഗവാനെ ഈ കൃഷ്ണനോട് യുദ്ധം ചെയ്യാതെ കഴിക്കണം എന്നുള്ള വിചാരമാണ് ഉള്ളിൽ വന്നത്. പക്ഷെ അത് പുറമെ പ്രകടിപ്പിക്കാതെ ഉള്ളിൽ അങ്ങനെ പേടിച്ചു പറക്കുകയാണെങ്കിലും പുറമെ കളിയാക്കുന്ന മാതിരി ഹാസ്യം നടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഹേ കൃഷ്ണ, നീയൊരു പുരുഷാധമൻ തന്നെയാണ്, ബാലൻ, സൈന്യ സഹായം കുറഞ്ഞവൻ. കുറച്ച് സൈന്യങ്ങളല്ലേ ഭഗവാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് 23 അക്ഷൗഹിണി പടയല്ലേ. അപ്പൊ നിന്നോട് യുദ്ധം ചെയ്യണത് എനിക്ക് ലജ്ജാകര. ഹേ ബുദ്ധിഹീന, ഭഗവാനെ പരിഹസിച്ചുകൊണ്ട് പറയും, നീ ബന്ധുക്കളെയൊക്കെ ഹിംസിച്ചവനല്ലേ,
നീ ബന്ധുക്കളെയൊക്കെ കൊല്ലണ ആളല്ലേ നീ. ഇതുവരെയൊക്കെ ഒളിഞ്ഞിരുന്ന് കാലം കഴിച്ചവൻ, ഒളിച്ചു താമസിക്കായിരുന്നില്ലേ നീ. നിന്നോട് ഞാൻ യുദ്ധം ചെയ്യണില്ല, പോയിക്കോ പോയിക്കോ പോയിക്കോ. എന്നിട്ട് ബലരാമസ്വാമിയോട് പറയാണ്, തവ രാമയതി ശ്രദ്ധ യുദ്ധസ്വധൈര്യമുദ്വഹ ഹിത്വാവാമച്ഛരൈ ഛിന്നം ദേഹം സ്വർയാഹിമാം ജഹി. ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞിട്ട് ബലരാമനോട് പറയണു, ഹേ രാമ, നിനക്ക് എന്നോട് യുദ്ധം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് യുദ്ധം ചെയ്തോ. ഒരു കാര്യമുണ്ട്, ആരംഭിച്ച ശേഷം ഓടിപ്പോകരുത്, ധൈര്യം അവലംബിച്ച് നീങ്ങണം. എന്റെ ശരങ്ങൾ കൊണ്ട് മുറിഞ്ഞ നിന്റെ ദേഹത്തെ ഉപേക്ഷിച്ച് വീരസ്വർഗം പ്രാപിച്ചോ നീ. അതല്ലെങ്കിൽ സാമർഥ്യമുള്ള പക്ഷെ എന്നെ ഹിംസിച്ച് ജയം പ്രാപിച്ചോ. രണ്ടും പറയുന്നുണ്ട് ജരാസന്ധൻ. ഇത് കേട്ടപ്പോ ഭഗവാൻ പറഞ്ഞു, ശ്രീ ഭഗവാനുവാച നവൈ ശൂരാവികഥന്തേ ദർശയന്ത്യേവ പൗരുഷം ന ഗൃഹീമോ വജോ രാജൻ ആതുരസ്യ മുമൂർഷത. ജരാസന്ധനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്സാഹം ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞു. അവന്റെ ആ ജരാസന്ധന്റെ വാക്കില് സ്പഷ്ടമായിട്ട് പ്രകാശിക്കുന്ന ആത്മപ്രശംസാരൂപമായിട്ടുള്ള അർത്ഥം. ആത്മപ്രശംസ ചെയ്തുകൊണ്ടല്ലേ പറയണത്, ഞാൻ കേമെന്നുള്ള മട്ടില്. ഭഗവാൻ ജരാസന്ധനോട് പറയാണ്, എടാ ബുദ്ധിശൂന്യ, ശൂരപുരുഷന്മാരെ തങ്ങളെ തന്നെ സ്തുതിക്കുന്നവരല്ല. അവര് ആ സ്തുതിക്കാൻ കാരണമായിരിക്കുന്ന അവരുടെ ശൗര്യത്തെ യുദ്ധത്തിൽ പ്രകാശിപ്പിക്കും. ആ യുദ്ധം പ്രവൃത്തി ചെയ്ത് കാണിക്കും. അല്ലാതെ ഞാനും കേവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ യുദ്ധത്തില് ആ ശൂരത പ്രദർശിപ്പിക്കുക ചെയ്യാം ശൂരപുരുഷന്മാര്. നീ അങ്ങനെയൊന്നും ചെയ്യാതെ ആത്മപ്രശംസ ചെയ്തതുകൊണ്ട് നീ ഒരു ബുദ്ധിഹീനനാ. രാജാക്കന്മാരുടെ ധർമ്മം ഇതൊന്നുമല്ല. ശത്രുക്കളുടെ അരികത്ത് ചെന്നാൽ പൗരുഷം കാട്ടണം, അതാണ് രാജധർമ്മം. അങ്ങനെയാണ് നീ ചെയ്യേണ്ടത്. അതെ, ഈ രോഗം അധികരിച്ച് മരിക്കാൻ കിടക്കണ ഒരാള് അന്യോന്യ സംബന്ധമില്ലാതെ ഇങ്ങനെ പിച്ചും പേയൊക്കെ പറയില്ലേ, അതിനെ ജനങ്ങൾ ആരെങ്കിലും കാര്യമായിട്ട് എടുക്കോ, യഥാർത്ഥമായിട്ട് എടുക്കോ? ഇല്ല. അതുപോലെയാണ് ഇപ്പോ യുദ്ധകളത്തിൽ മരിക്കാനൊരുങ്ങി വന്നിരിക്കണം നിന്റെ വാക്ക്. യഥാർത്ഥമായിട്ട് ഞാൻ വിചാരിക്കണില്ല, നീ എന്തൊക്കെയോ പിച്ചും പേയും പറയണു എന്ന് ഭഗവാൻ പറയും. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.